ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ പരിചയപ്പെടുത്താം. ഇദ്ദേഹം മിസ്റ്റർ എച്ച് ഗണേഷ്, കേരള ബ്രാഹ്മണസഭയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇദ്ദേഹം ശ്രീ NR പരമേശ്വരൻ, ബ്രാഹ്മണസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ്. അപ്പുറത്ത് ശ്രീ KR ജയറാമൻ, ബ്രാഹ്മണസഭയുടെ സംസ്ഥാന ട്രഷറർ. ഇത് ശ്രീ TR ഹരിഹരൻ, ബ്രാഹ്മണസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ്. എൻ്റെ പേര് മൂർത്തി, ബ്രാഹ്മണസഭയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആണ്. നമ്മുടെ ഇന്നത്തെ വിഷയത്തെ കുറിച്ച് സംസ്ഥാന പ്രസിഡന്റ് പറയും. എല്ലാവർക്കും നമസ്കാരം. കേരള ബ്രാഹ്മണസഭ സംസ്ഥാന സമിതി ഒരു പത്രസമ്മേളനം സംഘടിപ്പിക്കാൻ കാരണം പ്രധാനമായിട്ടും ശബരിമലയിലെ യുവതി പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോട് ഒരു സത്യവാങ്മൂലം നൽകുവാനായി സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ സത്യവാങ്മൂലത്തിൽ നിലനിന്നു പോരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ, അതായത് ചില പ്രായപരിധിയുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്ത ആ അനുഷ്ഠാനം, അതിനനുകൂലമായി സത്യവാങ്മൂലം നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം. കേരളത്തിലെ സ്വകാര്യ ക്ഷേത്രങ്ങളിലെ പൂജാരികളും മറ്റ് ജീവനക്കാരും, അത് വിവിധ സമുദായത്തിൽപ്പെട്ടവരായിക്കോട്ടെ, അവരൊക്കെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗമാണ്. അതേപോലെ വരുമാനമില്ലാത്ത സംസ്കൃത വേദ പണ്ഡിതർ, ഇവർക്കെല്ലാം സാമൂഹിക ക്ഷേമ പെൻഷൻ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് കൂടി ബ്രാഹ്മണസഭ ആവശ്യപ്പെടുന്നു. ശങ്കരജയന്തിയോടനുബന്ധമായി കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ശ്രീ ആദിശങ്കര ഭഗവത്പാദരുടെ സന്ദേശങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു ശ്രീ ശങ്കര സന്ദേശ യാത്ര സഭ സംഘടിപ്പിക്കുന്നു. സംസ്ഥാനത്തുടനീളമുള്ള മറ്റ് ഹൈന്ദവ സംഘടനകളുടെ സഹകരണത്തോടു കൂടിയായിരിക്കും ഈ യാത്ര ഞങ്ങൾ നടത്തുന്നത്. തത്വജ്ഞാനിയായ, ലോകോത്തര തത്വജ്ഞാനിയായ ശ്രീ ആദിശങ്കര ഭഗവത്പാദ അംഗീകരിച്ചിട്ടുള്ള കേരള കർണാടക സർക്കാരുകൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഈ ചൈത്രമാസത്തിലെ തിരുവാതിര ദിവസം തത്വജ്ഞാന ദിനമായിട്ട് കൊണ്ടാടുകയാണ്. ഈ വർഷം ഏപ്രിൽ 21-നാണ് ആ ദിവസം വരുന്നത്. ആ ദിവസം പൊതു അവധി പ്രഖ്യാപിക്കണം എന്നുകൂടി കേരള ബ്രാഹ്മണസഭ ആവശ്യപ്പെടുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളം, അത് സ്ഥിതി ചെയ്യുന്ന കാലടി, ആദിശങ്കരന്റെ ജന്മസ്ഥലമായ കാലടിക്ക് വളരെ അടുത്താണ്. ആ അന്തർദേശീയ വിമാനത്താവളത്തിന് ആദിശങ്കരന്റെ നാമധേയം നൽകണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കൂടാതെ ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഈ ക്ഷേമപ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും വൈദ്യസഹായം, പഠന സഹായം, അത്യാവശ്യമുള്ള ഗൃഹനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളുള്ള സഹായം നൽകുവാൻ വേണ്ടി ഞങ്ങളുടെ പ്രതിവർഷ പരിപാടിയായ വിഷുക്കൈനീട്ടം ബ്രാഹ്മണസഭയ്ക്ക് എന്ന രൂപത്തിൽ സംഘടിപ്പിക്കുന്ന പ്രവർത്തന നിധി ഇക്കൊല്ലം 50 ലക്ഷം രൂപ സമാഹരിക്കുവാനായി തീരുമാനിച്ചവരും കൂടി അറിയിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചത്. ബ്രാഹ്മണസഭ കക്ഷി ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ ഉന്നയിക്കും. സംസ്ഥാന സമിതി കൊടുക്കുന്ന, അല്ല, സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന അഫിഡവിറ്റിലും അത് ഉൾപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്കൊരു അഭ്യർത്ഥന. ആശങ്കയൊന്നുമില്ല, പക്ഷെ ഞങ്ങളുടെ ആവശ്യം ഇതാണെന്ന് നിങ്ങൾ പറയും. നമുക്ക് നമ്മളുടെ താല്പര്യമനുസരിച്ച് നിങ്ങളിൽ നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷെ നമ്മുടെ ഒരു ആവശ്യം, താല്പര്യം നേരത്തെ നമ്മൾ സംസ്ഥാന സർക്കാരിനെ അറിയിക്കണമെന്ന് മാത്രം. നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം വേറെ ആയിരുന്നു. അതെ, അപ്പൊ അതിന് മാറ്റിട്ട് വിധി വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മളും കക്ഷി ചേർന്നുണ്ട്.
വനാനുകൂലമായിട്ടൊരു നിലപാട് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. അതെ, ആ ഇതിന് മാറ്റം വരുത്തുന്നതാണല്ലോ ഇപ്പൊ നമ്മള് ആദ്യം വീണ്ടും പരിഗണനയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് മാറ്റണം എന്നാണ് അഭ്യർത്ഥന. ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത്. ഈ ശങ്കരജയന്തി സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നു. അതിന്റെ ഇലക്ഷൻ യാത്രയുടെ ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. കാരണം ഈ ഇലക്ഷൻ പറഞ്ഞ കാരണം ഇലക്ഷൻ ഡേറ്റ് നോക്കിയിട്ട് വേണം എക്സാക്ട് ഡേറ്റും കാര്യങ്ങൾ തീരുമാനിക്കാൻ. അതുകൊണ്ട് അത് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. യാത്രാക്രമം അത് കഴിഞ്ഞ് തീരുമാനിക്കും. ഏപ്രിൽ 21-നാണ് ശങ്കരജയന്തി. അന്ന് വേണ്ടത് വലിയൊരു ഘോഷയാത്രയോടും സമ്മേളനത്തോടും സമാപിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇലക്ഷൻ ഡേറ്റും കൂടി നോക്കിയിട്ട് വേണം ഫൈനലായിട്ട് തീരുമാനം എടുക്കാൻ. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട പ്രചരണം നൽകണമെന്ന് എല്ലാവരും അഭ്യർത്ഥിക്കും.